സ്റ്റീരിയോ കെമിസ്ട്രി എന്ന യൂണിറ്റാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഐസോമർസ് എന്താണെന്ന് നോക്കണം. നമ്മൾ 10, +1, +2 ക്ലാസ്സുകളിലൊക്കെ ഐസോമർസത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, എപ്പോഴും 2 മോളിക്യൂളുകളെ ചേർത്ത് മാത്രമേ നമുക്ക് ഐസോമറിസം ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എപ്പോഴും 2 മോളിക്യൂൾ, അതായത് ഒരു പെയർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മൾ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി ഞാൻ ഈ പറയുന്ന 2 മോളിക്യൂളുകൾക്ക് ഒരേ മോളിക്കുലാർ ഫോർമുല ആവുകയും എന്നാൽ ആ 2 മോളിക്യൂളുകളുടെ പ്രോപ്പർട്ടികൾ, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസോ ബയോളജിക്കലോ കെമിക്കലോ അവയുടെ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടുകയോ ചെയ്താൽ ഞാൻ എടുക്കുന്ന ഈ 2 മോളിക്യൂളുകളെ എനിക്ക് ഐസോമേഴ്സ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, മോളിക്കുലാർ ഫോർമുല ഒരുപോലെ വരികയും എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന തരം മോളിക്യൂളുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐസോമറിസം എന്ന് പറയുന്നത്. നോക്കിക്കേ, they have the same molecular formula but they will have different properties. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് C2H6O എന്ന മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പം ഞാൻ എഴുതാൻ പോകുന്ന മോളിക്യൂളുകളിൽ 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വരേണ്ടത്. നോക്കിക്കേ, ഈ മോളിക്കുലാർ ഫോർമുല പ്രകാരം എനിക്ക് 2 മോളിക്യൂളുകൾ എഴുതാൻ പറ്റും. ഒന്ന് ഒരു ഈഥർ മോളിക്യൂളും ഒന്ന് ഒരു ആൽക്കഹോൾ മോളിക്യൂളും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും. ഈഥർ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഡൈവാലന്റ് ഓക്സിജൻ ആണ്. അപ്പോൾ നോക്കിക്കേ, C2H6O എന്ന മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് ഞാൻ എഴുതുന്ന ഒരു മോളിക്യൂളാണ് ഈഥർ, CH3OCH3. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല C2H6O ആണ്. then CH3CH2OH അതൊരു ആൽക്കഹോൾ ആണ്, അതിൻ്റെയും മോളിക്കുലാർ ഫോർമുല C2H6O ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ 2 മോളിക്യൂളുകൾ, ഒന്നൊരു ഈഥർ ഒന്നൊരു ആൽക്കഹോൾ, അത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരുപോലുള്ള കാര്യം എന്താണ്? അവയുടെ മോളിക്കുലാർ ഫോർമുല ഒന്നാണ്, പക്ഷേ സ്വഭാവം വ്യത്യാസമല്ലേ. ഈഥർ കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്നും ആയിരിക്കത്തില്ല, റിയാക്ഷൻസ് ആയിരിക്കത്തില്ല ആൽക്കഹോൾ തരുന്നത്. അപ്പം നമുക്ക് ഈ ഈഥർ മോളിക്യൂളിനെയും ഈ ആൽക്കഹോൾ മോളിക്യൂളിനെയും കൂടെ ചേർത്ത്, ഈ 2 എണ്ണത്തിനെയും കൂടെ ചേർത്ത് എനിക്ക് ഐസോമേഴ്സ് എന്ന് പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മോളിക്യൂൾസ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല but they differ from each other in their physical and chemical properties, then they are called isomers. ഇനി ഐസോമറിസത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞാൽ 2 തരം ഐസോമേഴ്സ് ആണ് പറയുന്നത്, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഐസോമറിസം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ സാമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവയുടെ പ്രോപ്പർട്ടികൾ വ്യത്യാസപ്പെടുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കണം. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ മോളിക്യൂളുകൾക്ക് വ്യത്യസ്ത പ്രോപ്പർട്ടികൾ വരുന്നത്. അതായത് ഒന്ന്, ഡിഫറൻസ് ഇൻ ബോണ്ടിങ്, ബോണ്ടിങ്ങിലുള്ള വ്യത്യാസം. ബോണ്ടുകൾ എന്താണെന്ന് അറിയാലോ നമുക്ക്, 2 ആറ്റങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ശക്തിയാണ് ബോണ്ടിങ്. അപ്പം ഞാൻ ഈ ഇരിക്കുന്ന മോളിക്യൂളിൽ നോക്കിക്കേ, ഈ ഈഥർ മോളിക്യൂളിൽ 2 ബോണ്ടുകളാണ് വരുന്നത്. CH3Oയ്ക്ക് ഇടയ്ക്കുള്ള ഒരു ബോണ്ടും OCH3ക്ക് ഇടയ്ക്കുള്ള ബോണ്ടും, അതാണ് ഈ മോളിക്യൂളിലെ 2 ബോണ്ട്. ആൽക്കഹോളിനകത്തുള്ള 2 ബോണ്ടുകളാണ് ഇതും ഇതും. നോക്കിക്കേ, അപ്പോൾ ഈ 2 മോളിക്യൂളുകളുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ ബോണ്ടിങ്ങുകൾ വ്യത്യാസമല്ലേ. ഈ ബോണ്ടിൻ്റെ 2 എൻഡിലുള്ള ആറ്റങ്ങളല്ല ഈ ബോണ്ടിൻ്റെ 2 എൻഡിലുള്ള ആറ്റങ്ങൾ അല്ലേ. ആറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വ്യത്യാസം വരുന്നു. ഈ ബോണ്ടിൻ്റെ അവിടെ ഓയും CH3 ആണെങ്കിൽ ഇവിടെ CH3 2 ഹൈഡ്രജനുമാണ്, CH2 ആണ്. അപ്പോൾ വ്യത്യാസമല്ലേ. അപ്പോൾ ഡിഫറൻസ് ഇൻ ബോണ്ടിങ് കാരണം ഐസോമറിസം ജനറേറ്റ് ചെയ്യാം. അത്തരം ഐസോമറിസത്തെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയുന്നത്. Isomers that arises due to the difference in bonding occurring in their structure, they are called structural isomers. അത് തന്നെ പലതരത്തിലുണ്ട്. ചെയിൻ ഐസോമേഴ്സ്, പൊസിഷൻ ഐസോമേഴ്സ്, ഫങ്ഷണൽ ഐസോമേഴ്സ്, മെറ്റാമേഴ്സ്, ടോട്ടോമേഴ്സ്, അങ്ങനെ ഒരു 5 തരത്തിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടൈപ്പായ സ്റ്റീരിയോ ഐസോമേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്തായിരിക്കും സ്റ്റീരിയോ ഐസോമേഴ്സ്? ഒരേ മോളിക്കുലാർ ഫോർമുല വരികയും എന്നാൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന തരം മോളിക്യൂളുകളെ നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എന്ത്? നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ലേ? നമ്മൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണും. അപ്പോൾ തിയേറ്ററിൽ നമ്മളൊരു സ്ക്രീനിലാണ് സിനിമ കാണുന്നത്. അതൊരു 2D പ്ലെയിനാണ്. തിയേറ്ററിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനാണ്, എക്സും വൈ ആക്സിസും ഉള്ളതാണ്. എന്നാൽ ചില സിനിമകളൊക്കെ നമ്മൾ 3 ഡയമെൻഷണൽ സിനിമകൾ എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് സ്ക്രീനിൻ്റെ വെളിയിലേക്കൊക്കെ
പിക്ചേഴ്സും ഒബ്ജക്ട്സും ഒക്കെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന, നമുക്കൊരു ഒറിജിനൽ ഫീൽ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് തോന്നുന്ന തരം സിനിമകളെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ സിനിമാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് XYZ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു പെന്ന് ഞാൻ ബോർഡിൽ വരയ്ക്കുകയാണ്, പെന്നിൻ്റെ പടം ഞാൻ ബോർഡിൽ വരയ്ക്കുകയാണെങ്കിൽ അതൊരു 2D ഫിഗറാണ്. എക്സും വൈ ആക്സിസും ഉള്ള ഒരു പ്ലെയിനിലാണ് ഞാൻ വരയ്ക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എക്സ് വൈ കൂടാതെ ഇസഡ് ഡയറക്ഷനിലും അതിൻ്റെ സ്ട്രക്ചർ ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 3D ഫിഗർ അല്ലെങ്കിൽ ഒരു 3D സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പം ഇതൊരു മോളിക്യൂള്, ഇതുപോലിരിക്കുന്ന മറ്റൊരു മോളിക്യൂള് ഞാൻ എടുക്കുന്നു. ഇപ്പോൾ 2 മോളിക്യൂളുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവയെ ഐസോമേഴ്സ് എന്ന് പറയണമെങ്കിൽ, അപ്പം ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എല്ലാം സെയിം ആണ്. ഞാൻ ഇതിൽ ഒരു മോളിക്യൂളിനെ അങ്ങ് തിരിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇതിന് മോളിക്യൂളിൽ മാറ്റമൊന്നും വന്നില്ല, ഇതിൻ്റെ ജസ്റ്റ് ഷേപ്പിനോ അല്ലെങ്കിൽ അപ്പിയറൻസിനോ ഒരു വ്യത്യാസം വന്നു ഇല്ലേ. അപ്പോൾ ഈ 2 മോളിക്യൂളുകളും തമ്മിൽ ഒരുപാട്, ഈ 2 കോമ്പൗണ്ട് അല്ലെങ്കിൽ 2 സ്ട്രക്ചറും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റികളുണ്ട്, എന്നാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം വരുന്നത് എവിടെയാണ്? നമുക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് ഇത്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇത് മേളോട്ടിരിക്കുന്നു, ഇതിൻ്റെ നീലഭാഗം താഴോട്ടിരിക്കുന്നു. അപ്പോൾ 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 2 സ്ട്രക്ചേഴ്സിനൂടെ ചേർത്ത് എനിക്ക് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയാം. അതായത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുന്ന ടൈപ്പ് പെയർ ഓഫ് മോളിക്യൂൾസ്, അവയെ നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയും. തൊട്ട് മുമ്പ് പറഞ്ഞ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഇതേപോലെയാണ്. ബോണ്ടിങ്ങിലുള്ള വ്യത്യാസം കാരണം 2 മോളിക്യൂളുകളുടെ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരികയാണെങ്കിൽ അവയെ നമ്മൾ സ്ട്രക്ചറൽ എന്ന് പറയും. 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം വഴി മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയും. ഇനി സ്റ്റീരിയോ ഐസോമറിസത്തിനെ തന്നെ വീണ്ടും നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. That is optical and geometrical. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും ജിയോമെട്രിക്കൽ ഐസോമറിസം എന്നും നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐസോമറിസത്തെ തന്നെ സ്ട്രക്ചറൽ സ്റ്റീരിയോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ സ്റ്റീരിയോയിലെ ഒപ്റ്റിക്കൽ എന്നും ജിയോമെട്രിക്കൽ എന്നും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഒപ്റ്റിക്കൽ ഐസോമറിസം, അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക 2 മോളിക്യൂളുകളാണ് ഇവിടെ എനിക്ക് വേണ്ടത്. ഞാൻ എടുക്കുന്നു എ എന്ന മോളിക്യൂളും ബി എന്ന മോളിക്യൂളും. ഇതിനെ ഞാൻ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയണമെങ്കിൽ, ഐസോമേഴ്സ് എന്ന് പറയണമെങ്കിൽ ഈ എ എന്ന മോളിക്യൂളിനും ബി എന്ന മോളിക്യൂളിനും ഒരേ മോളിക്കുലാർ ഫോർമുല വേണം. നമ്മളത് പറഞ്ഞതാണ്. എന്നാൽ അവ തമ്മിൽ പ്രോപ്പർട്ടികളിലുള്ള വ്യത്യാസം വരുന്നു, എന്നാലേ എനിക്കതിനെ ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റൂ. ഇനി എപ്പോഴാണ് ഞാൻ അതിനെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്? ഒപ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലേക്ക് വരുന്നത്? ലൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും അത് തന്നെയാണ്. ഞാൻ ഈ എടുക്കുന്ന എ എന്ന മോളിക്യൂളിലും ബി എന്ന മോളിക്യൂളിലും വ്യത്യാസം വരുന്നത് ലൈറ്റിനോടുള്ള അവയുടെ റെസ്പോൺസിലാണ് അല്ലെങ്കിൽ ബിഹേവിയറിലാണ്. എയിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കില്ല ബിയിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു പ്രോപ്പർട്ടിയിലുള്ള വ്യത്യാസം കാരണം, അല്ലെങ്കിൽ ലൈറ്റിനോടുള്ള ബിഹേവിയറിലുള്ള വ്യത്യാസം കാരണം ഉണ്ടാവുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ദാറ്റ് ഡിഫേഴ്സ് അല്ലെങ്കിൽ ദാറ്റ് 2 ഐസോമേഴ്സ് അല്ലെങ്കിൽ if the 2 molecules that differ in their behavior towards light, then that 2 molecules can be termed as optical isomers. ഇനി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ലൈറ്റ് അല്ല ഇവിടെ നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം ഓർഡിനറി ലൈറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്ലെയിൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് പ്ലെയിനിലും അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഞാനതിനെ വരച്ച് കാണിക്കാം. നമ്മളിങ്ങനെയാണ് ഓർഡിനറി ലൈറ്റിനെ വരച്ച് കാണിക്കുന്നത്. That is, they can vibrate in different planes that is perpendicular to its plane of vibration. ഇങ്ങനെയുള്ള ലൈറ്റിനെ ഞാൻ നിക്കോൾ പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ എനിക്ക് പുറത്ത് വരുന്ന, അപ്പോൾ പ്രിസത്തിനുള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുന്നു, ഓർഡിനറി ലൈറ്റ് കടന്നു പോകുന്നു. അപ്പോൾ പുറത്ത് വരുന്ന ലൈറ്റിനെ ഞാൻ നോക്കുമ്പോൾ it will have only a single plane of vibration. ഒറ്റ പ്ലെയിനിലായിട്ട് അതിനെ ചുരുക്കും. ആ ഒറ്റ പ്ലെയിനുള്ള ലൈറ്റിനെയാണ് ഞാൻ പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ PPL.
ദാറ്റ് ഈസ് ഇറ്റ് വൈബ്രേറ്റ് ഓൺലി ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഓർഡിനറി ലൈറ്റും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും വ്യത്യാസമാണ്. ഓർഡിനറി ലൈറ്റിന് ഒരുപാട് പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരുപാട് പ്ലെയിൻ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ ഒരു പ്ലെയിനേ ഉള്ളൂ. ഇത്തരം ലൈറ്റുകളാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയാൻ വേണ്ടി എടുക്കുന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് മോളിക്യൂളുകൾ ഞാൻ എടുക്കുന്നു, എ എന്നുള്ളതും ബി എന്നുള്ളതും. എ ആൻഡ് ബി, ഈ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു they should have a different behavior towards plain polarized light. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ആയിരിക്കില്ല ബിയിലൂടെ ഉണ്ടാകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഇങ്ങനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഞാൻ എ എന്ന മോളിക്യൂളിലൂടെ കടത്തിവിടുന്നു. എയും ബിയും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. നമ്പർ ഓഫ് ആറ്റങ്ങൾ, അതായത് മോളിക്കുലാർ ഫോർമുല എല്ലാം സെയിം ആണ്. അങ്ങനെയുള്ള രണ്ട് പേരാണ് എയും ബിയും. അപ്പം അതിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ആദ്യം എയിലൂടെ കടത്തി വിട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ പ്ലെയിൻ ജസ്റ്റ് വലത്തേക്ക് തിരിഞ്ഞു. ആദ്യം അത് നേരെയായിരുന്നു ഇരുന്നത്, അവിടെ നിന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് അത് തിരിഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ പൊസിഷൻ ആയിരുന്നു, ഇങ്ങോട്ടേക്ക് മാറിയില്ലേ, റൈറ്റിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് തിരിഞ്ഞത്? ലൈറ്റ് ഇതിനുള്ളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ എ എന്നുള്ള മോളിക്യൂളാണ് ഈ പ്ലെയിനിനെ തിരിച്ച് വലത്തോട്ട് തിരിച്ചു വെച്ചത്. അപ്പോൾ ഈ മോളിക്യൂളിനെ, എ എന്ന മോളിക്യൂളിനെ ഞാൻ വിളിക്കും ഡെക്സ്ട്രോ റൊട്ടേറ്ററി മോളിക്യൂൾ. ഡെക്സ്ട്രോ റൊട്ടേറ്ററി, അല്ലെങ്കിൽ ഇതിനെ പ്ലസ് ഫോം എന്ന് എഴുതി കാണിക്കാം, അല്ലെങ്കിൽ ഡി ഫോം എന്ന് എഴുതി കാണിക്കാം. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു മോളിക്യൂളിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്ലെയിനിനെ റൈറ്റിലേക്ക് തിരിക്കാൻ കഴിവുള്ള മോളിക്യൂളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡെക്സ്ട്രോ അല്ലെങ്കിൽ ഡി ഫോമുകൾ എന്ന് പറയും, സ്മോൾ ലെറ്റർ ഡി. ഇനി ബി എന്നുള്ള എയും ബിയും കൂടെ ചേർത്താണ് ഞാൻ ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞത്. അപ്പം എ എന്നുള്ളത് വലത്തോട്ട് തിരിച്ചു, എന്നാൽ ബിയുടെ വ്യത്യാസം, ബി വലത്തോട്ട് തിരിച്ചാൽ നമുക്കിതിനെ ഐസോമേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ, ഈ മോളിക്യൂളിനകത്തൂടെ ഞാൻ നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ടിട്ട് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് പുറത്ത് വന്ന ലൈറ്റിനെ അത് ലെഫ്റ്റിലേക്ക് തിരിച്ചു, ഇടത്തേക്ക് തിരിച്ചു അതിൻ്റെ പ്ലെയിനെ. അങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന മോളിക്യൂളുകളെ ഞാൻ വിളിക്കും ലീവോ മോളിക്യൂൾസ്, അല്ലെങ്കിൽ എൽ ഫോം അല്ലെങ്കിൽ മൈനസ് ഫോം എന്ന് പറയും. നോക്കിക്കേ, ഒരേപോലുള്ള രണ്ട് മോളിക്യൂൾ എയും ബിയും ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള രണ്ട് മോളിക്യൂളുകളായിരുന്നു. അവയുടെ ഉള്ളിലേക്ക് ഒരേപോലുള്ള ലൈറ്റിനെ, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഇങ്ങനെ നേരെ എടുക്കുന്ന പ്ലെയിൻ ഉള്ള ലൈറ്റിനെ ഞാൻ കടത്തി വിട്ടപ്പോൾ എ എന്ന മോളിക്യൂൾ ചെയ്തത് എന്താ? അതിൻ്റെ പ്ലെയിനെ അത് റൈറ്റിലേക്ക് തിരിച്ചു. ബി എന്ന മോളിക്യൂൾ ചെയ്തത് അതിൻ്റെ പ്ലെയിനെ അത് ലെഫ്റ്റിലേക്ക് തിരിച്ചു. അപ്പം ഈ രണ്ട് മോളിക്യൂൾസിനെയും കൂടെ ഞാൻ ചേർത്ത് പറയും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. കാരണം ലൈറ്റിനോടുള്ള ബിഹേവിയറിൽ ഇത് തമ്മിൽ രണ്ട് പ്രോപ്പർട്ടി അല്ലേ കാണിച്ചത്, ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും അതിരിച്ചത്. അപ്പോൾ എനിക്ക് എയും ബിയും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയാം. കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എ എന്ന മോളിക്യൂളിനെ ഞാൻ പ്രത്യേകം പേരിട്ട് വിളിക്കുന്നു, വലത്തോട്ട് തിരിച്ചതുകൊണ്ട് തന്നെ അതിനെ ഡെക്സ്ട്രോ ഫോം അല്ലെങ്കിൽ പ്ലസ് ഫോം അല്ലെങ്കിൽ ഡി ഫോം എന്ന് പറയും. ഇടത്തോട്ട് തിരിച്ച ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമ്മൾ പറഞ്ഞു, ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനോടുള്ള റെസ്പോൺസിൽ വ്യത്യാസം വരുന്ന രണ്ട് മോളിക്യൂളുകളെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പം ഞാൻ അവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരുന്നത് എ എന്ന മോളിക്യൂളും ബി എന്ന മോളിക്യൂളുമാണ്. എ എന്ന മോളിക്യൂളിലൂടെ ലൈറ്റ് കടന്നു പോയപ്പോൾ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോയപ്പോൾ അതിൻ്റെ പ്ലെയിനിനെ അത് റൈറ്റിലേക്ക് തിരിച്ചു, എന്നിട്ട് ഡെക്സ്ട്രോ ഫോം എന്ന് ഞാൻ പറഞ്ഞു. ബി എന്ന മോളിക്യൂളിലൂടെ ലൈറ്റ് കടന്നു പോയപ്പോൾ അത് ലെഫ്റ്റിലേക്ക് തിരിച്ചു, ഞാൻ അതിനെ ലീവോ ഫോം എന്ന് പറഞ്ഞു. അപ്പോൾ എക്കും ബിക്കും ഉള്ള പ്രത്യേകത ലൈറ്റിൻ്റെ പ്ലെയിനിനെ ഒന്നുകിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ അതിന് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം മോളിക്യൂളുകളെ ഞാൻ പറയും ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. കടന്നു വരുന്ന ലൈറ്റിൻ്റെ പ്ലെയിനിനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരിക്കാൻ പറ്റുന്ന കോമ്പൗണ്ടുകളാണെങ്കിൽ അവയെ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയും. എന്നാൽ എന്താണ് ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ? നമ്മൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുക്കുന്നു, ദ മോളിക്യൂൾ ബി സി എന്ന മോളിക്യൂൾ എടുത്തിട്ട് ലൈറ്റിനെ ഞാൻ കടത്തി വിടുമ്പോൾ പുറത്തു വരുന്ന ലൈറ്റിൻ്റെ പ്ലെയിനിന് ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ, ആദ്യം എങ്ങനെ പോയോ അതുപോലെ തന്നെയാണ് പുറത്ത് വന്നതെങ്കിൽ ആ മോളിക്യൂളിനെ ഞാൻ വിളിക്കും ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ലൈറ്റിൻ്റെ പ്ലെയിനിനെ തിരിക്കാൻ പറ്റാത്ത മോളിക്യൂളുകളെയാണ്
ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മോളിക്യൂളുകൾ എന്ന് പറയുന്നത്. ഇനി കെമിസ്ട്രിക്കാർ ഒരുപാട് മോളിക്യൂളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാ മോളിക്യൂളുകൾക്കും ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവില്ല. ചില മോളിക്യൂളുകൾക്ക് മാത്രമുള്ളൊരു കഴിവാണ് ഈ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനെ തിരിക്കുക, അതിൻ്റെ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു മോളിക്യൂളിനെ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട പ്രോപ്പർട്ടീസ് അല്ലെ കഴിവുകൾ അല്ലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ അതിനെ 3 ഹെഡിങ്ങുകളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് കൈറാലിറ്റി, 2 presence of dissymmetry, and the third one presence of asymmetric center. ഒന്നാമത് നമുക്ക് നോക്കാം കൈറാലിറ്റി. കൈറാലിറ്റി എന്ന വേർഡ് മീനിങ് ഹാൻഡഡ്നെസ് എന്നാണ്. നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ചില ലെറ്റേഴ്സ് നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് എ എന്ന ലെറ്ററാണ്. എ, ദ ലെറ്റർ എ. ഞാൻ ഇതിനെ ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്നു. ഈ ഒബ്ജക്റ്റിനെ ഞാനൊരു കണ്ണാടിയിലേക്ക് കാണിച്ചാൽ, ഒരു മിററിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ, മിററിനകത്ത് എനിക്ക് ആ ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് കിട്ടും. മിററിൽ കാണുന്ന ഇമേജാണ് മിറർ ഇമേജ്. അപ്പം മിററിനെ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ എ എന്ന ഒബ്ജക്റ്റിനെ മിററിലേക്ക് കാണിച്ചപ്പോൾ എനിക്ക് മിററിൽ കിട്ടിയ എയുടെ ഇമേജ് ഇങ്ങനെ തന്നെയായിരിക്കും. എ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാണ് എനിക്ക് മിററിൽ കിട്ടുന്ന എയുടെ രൂപം. അപ്പം നോക്കിക്കേ, ഇതാണ് അതിൻ്റെ മിറർ ഇമേജ്. ഒബ്ജക്റ്റും കിട്ടി, അതിൻ്റെ തന്നെ മിറർ ഇമേജ് കണ്ണാടിയിലേക്ക് കാണിക്കുമ്പോൾ അതിൽ കാണുന്ന രൂപത്തിലുള്ള അതേപോലെ ഒരു മോളിക്യൂൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കിയതാണ് അതിൻ്റെ മിറർ ഇമേജ്. ഈ മിറർ ഇമേജിനെ ഞാൻ പൊക്കിയെടുത്ത് ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വെച്ചാൽ എന്താണ് പറ്റുന്നത്? നോക്കിക്കേ, എ എന്ന മോളിക്യൂൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ മിറർ ഇമേജ് ഞാൻ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെക്കുമ്പോഴും കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും ഇല്ലേ? ആ ഒരു ടേം, ആ ഒരു സൂപ്പർ ഇമ്പോസിബിലിറ്റിയാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ ഒരു ടേമാണ് ദിസ് ഇസ് സൂപ്പർ ഇമ്പോസിബിൾ. ലെറ്റർ എയുടെ പ്രത്യേകത എന്താ? ലെറ്റർ എ ഞാൻ ഒബ്ജക്റ്റായിട്ട് എടുത്താൽ അതിൻ്റെ മിറർ ഇമേജും ഒബ്ജക്റ്റും തമ്മിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. രണ്ടും കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. നമുക്ക് വേർതിരിച്ചറിയാൻ അതിനെ പറ്റില്ല. എന്നാൽ വേറൊരു ലെറ്റർ ഞാൻ എടുക്കുന്നു. ടേക്ക് ദ ലെറ്റർ പി. പി എന്ന ലെറ്റർ ഞാൻ എടുത്തിട്ട് അതിൻ്റെ മിറർ ഇമേജ് നോക്കുന്നു. അതിൻ്റെ മിറർ ഇമേജ് എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ജസ്റ്റ് തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇല്ലേ? അപ്പം ഇതതിൻ്റെ ഒബ്ജക്റ്റ്, ഇതതിൻ്റെ മിറർ ഇമേജ്. ഇനി ഒബ്ജക്റ്റ് മിറർ, ഈ മിറർ ഇമേജിനെ ഞാൻ കൊണ്ടുവന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വെച്ചാൽ എനിക്ക് എങ്ങനെ കിട്ടും? പി ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ മിറർ ഇമേജ് അതിൻ്റെ മുകളിലേക്ക് ഇരിക്കും. ഇത് കറക്റ്റ് സൂപ്പർ ഇമ്പോസിബിൾ അല്ല. ദിസ് ഈസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ. അപ്പോൾ നോക്കിക്കേ, 2 കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഒന്ന് സൂപ്പർ ഇമ്പോസിബിളും മറ്റത് നോൺ സൂപ്പർ ഇമ്പോസിബിളും. ഞാൻ ഈ എ എന്ന ലെറ്റർ പോലുള്ള 2 മോളിക്യൂൾ എടുത്താൽ ഒബ്ജക്റ്റും അതിൻ്റെ തന്നെ മിറർ ഇമേജും മുകളിൽ വെച്ചാൽ ദേ ബിക്കം സൂപ്പർ ഇമ്പോസിബിൾ. അത് തമ്മിൽ എനിക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പി എന്ന ലെറ്റർ പോലുള്ള ചില മോളിക്യൂളുകൾ എടുത്താൽ അതും അതിൻ്റെ മിറർ ഇമേജും നമ്മൾ മുകളിൽ വെച്ചാൽ ദേ ബിക്കം നോൺ സൂപ്പർ ഇമ്പോസിബിൾ. തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സ്ട്രക്ചർ വൈസ്. ഇങ്ങനെയുള്ള 2 മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കൈറാലിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് the object and mirror image, if it is non-superimposable, then that property is called chirality. അപ്പോൾ എനിക്ക് പി എന്ന ലെറ്ററിനെ അല്ലെങ്കിൽ അതൊരു മോളിക്യൂളായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ മോളിക്യൂളിനെ പറയും they are chiral molecules. They are actually chiral. ഇനി എ എന്ന ലെറ്റർ വെച്ച് ഞാൻ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്താൽ ഞാൻ അതിനെ പറയും എക്കൈറാൽ. എക്കൈറാൽ എന്ന് പറയുമ്പോൾ അത് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. കൈറാൽ എന്ന് പറയുമ്പോൾ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. അപ്പം നോക്കിക്കേ, ഞാൻ പറഞ്ഞു വന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന മോളിക്യൂളുകളുടെ പ്രത്യേകതകളെ പറ്റി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദ മോളിക്യൂൾ ഷുഡ് ബി കൈറാൽ. നമ്മൾ എടുക്കുന്ന മോളിക്യൂളും അതിൻ്റെ തന്നെ മിറർ ഇമേജ് ആയിട്ടുള്ള മോളിക്യൂളും തമ്മിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ എനിക്ക് ആ 2 മോളിക്യൂൾസിനെ എന്തെന്ന് പറയാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അത്തരം
മോളിക്യൂളിനുള്ളിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുമ്പോൾ ഒന്നുകിൽ ഇടത്തോട്ടോ വലത്തോട്ടോ അതിനെ റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൈറാലിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് നെസസറി ഫോർ എ മോളിക്യൂൾ ഫോർ ഷോയിങ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. നോക്കിയേ, ഒപ്റ്റിക്കൽ ഐസോമറിസം പറയാൻ തൊട്ട് മുമ്പ് നമ്മൾ ലെറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പറഞ്ഞത്, എയും പിയും. ഇനി ഞാൻ എടുക്കുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്, അതായത് ലാക്റ്റിക് ആസിഡ് എന്ന ഒരു മോളിക്യൂള്. ലാക്റ്റിക് ആസിഡാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റിയ എക്സാമ്പിൾ. കാർബണിനകത്ത് 4 ഗ്രൂപ്പുകളായിട്ട് CH3, COH, OH ഇത്രയും ഗ്രൂപ്പ്സ് വരുന്ന ഒരു സ്ട്രക്ചറാണ് ലാക്റ്റിക് ആസിഡ്. അതിനെ ഞാൻ ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്നു. ഞാൻ ആദ്യം എടുക്കുന്ന മോളിക്യൂളാണ് ലാക്റ്റിക് ആസിഡിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി അത് കൈറാലാണോ എന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കണം. മിററിലേക്ക് കാണിക്കുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, മിറർ വെക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സ്ട്രക്ചറിനെ നമ്മൾ അടുത്ത് വരയ്ക്കും, പുറമോട്ടുള്ളതിനെ അതനുസരിച്ച് വരയ്ക്കും. അപ്പോൾ കിട്ടുന്ന ഒബ്ജക്റ്റിനെയും മിറർ ഇമേജിനെയും നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് കൈറാലാണോ എന്നെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നേ? ഞാൻ ഈ മിറർ ഇമേജിനെ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കണം. മിറർ ഇമേജിനെ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വെച്ചാൽ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആർ കൈറാൽ. നോക്കിക്കേ, ഇതിനെ കൊണ്ടുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ പൊസിഷനിൽ. അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ കൊണ്ടുവരുമ്പോൾ OH വരും, ഇവിടെ വരും OH, ഈ പൊസിഷനിൽ H വരും, ഇവിടെ CH3 വരും, ഇവിടെ COH വരും. ഇത്രയും ഭാഗം കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടെ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് വരുന്നത്, ഇവിടെയും 2 വ്യത്യാസമുള്ള ഗ്രൂപ്പുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് കറക്റ്റായിട്ട് ഒബ്ജക്റ്റും അതിൻ്റെ മിറർ ഇമേജും സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന്. അതായത് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? ഇവിടെ H ഉം OH ഉം അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി ഇരിക്കില്ല. അപ്പം ദിസ് മോളിക്യൂൾ ലാക്റ്റിക് ആസിഡിൻ്റെ ഒബ്ജക്റ്റും മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ദേ ആർ കൈറാൽ. കൈറാൽ ആണെങ്കിൽ എനിക്ക് പറയാം ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുമ്പോൾ ലൈറ്റ് ഈ മോളിക്യൂളിലൂടെയും ഇതിലൂടെയും കടന്നു പോകുമ്പോൾ ലൈറ്റിൻ്റെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പ്ലെയിനെ ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ അതിനെ റൈറ്റിലോട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് കാണും. ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂളിന് ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ പ്രത്യേകതയാണ് ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി. നമ്മുടെ മോളിക്യൂളിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകരുത്. എന്താണ് പ്ലെയിൻ ഓഫ് സിമെട്രി? പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി പ്ലെയിൻ. ഏതെങ്കിലും ഒരു പ്ലെയിൻ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കാൻ പറ്റുകയാണെങ്കിൽ ആ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയാം. മനസ്സിലായോ? ഒരു ഇമാജിനറി പ്ലെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ വെച്ച് നമ്മളുടെ സ്ട്രക്ചറിനെ, ആ മോളിക്യൂളിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് അത് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയാം. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡിൻ്റെ മീസോഫോമാണ്. ടാർട്ടാറിക് ആസിഡ് എന്ന കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ 2 കാർബണിൽ ഹൈഡ്രജൻ, COH, OH മുതലായ ഗ്രൂപ്പുകളുണ്ട്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ വെച്ചാൽ എനിക്ക് ഈ മോളിക്യൂളിനെ 2 ഹാഫായിട്ട് മുറിക്കാൻ പറ്റും. നോക്കിക്കേ, ഞാൻ ഇതൊരു പ്ലെയിൻ ആയിട്ട് എടുക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കടത്തി വിടുമ്പോൾ എനിക്ക് 2 ഹാഫ്സ് കിട്ടും. ഈ വശത്തുള്ളൊരു ഭാഗവും ആ വശത്തുള്ളൊരു ഭാഗവും. ഇതാണ് എൻ്റെ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിൻ വെച്ചിട്ട് ഞാൻ ഈ മോളിക്യൂളിനെ കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഹാഫ് എന്ന് പറയുമ്പം CH, COH, OH, റൈറ്റ് സൈഡിലെ ഹാഫ് എന്ന് പറയുമ്പം CH, OH, COH. രണ്ടും ഒരുപോലുള്ള 2 വശങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. നമ്മളൊരു സർക്കിളിനെ മുറിക്കുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. നമ്മൾ സാധാരണ സ്വീറ്റ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴും ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കത്തില്ലേ, അതുപോലെ. അപ്പം if a molecule can be divided into 2 equal parts through a plane, then that molecule is said to have a plane of symmetry. ശരിക്കും ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ മോളിക്യൂളിൽ വരരുത്. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാത്ത മോളിക്യൂളുകൾക്ക് മാത്രമേ ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവ് വരുത്തുള്ളൂ. ശ്രദ്ധിച്ചേ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവണമെന്നല്ല പറയുന്നത്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകരുത്. അപ്പം നോക്കിക്കേ, ഈ ടാർട്ടാറിക് ആസിഡിന് ലൈറ്റിനെ തിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഒരിക്കലും പറ്റില്ല. ദിസ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. എന്തുകൊണ്ടാണ്?
ഇത് ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൈറാലോ എക്കൈറാലോ ആവാം. പക്ഷേ ഇവിടെ ഒരു മേജർ ഫാക്ടറായിട്ട് വരുന്നത് ഈ പ്ലെയിൻ ഓഫ് സിമെട്രിയാണ്. ഈ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. എനിക്ക് ഈ മോളിക്യൂളിനെ രണ്ട് ഈക്വൽ ഹാഫായിട്ട് മുറിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. മോളിക്യൂളിനെ ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവ് വരില്ല. അപ്പം നമ്മൾ പറഞ്ഞത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാനുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദ മോളിക്യൂൾ ഷുഡ് ബി കൈറാൽ, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഇമേജ് ഷുഡ് ബി നോൺ സൂപ്പർ ഇമ്പോസിബിൾ. രണ്ട്, ദ മോളിക്യൂൾ ഷുഡ് ഹാവ് ദ ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിനെ എനിക്ക് ഒറ്റ വാക്കിൽ ഡിസിമെട്രി എന്ന് വിളിക്കാം. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസിമെട്രി എന്ന് വിളിക്കുന്നത്. ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി ഈസ് കോൾഡ് ഡിസിമെട്രി, ഓർ ദ മോളിക്യൂൾ ഷുഡ് ബി ഡിസിമെട്രിക്. മോളിക്യൂൾ ഡിസിമെട്രിക് ആയാൽ മാത്രമേ അതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ നമ്മുടെ മോളിക്യൂളിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറാൽ കാർബൺ. ഓക്കെ, അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ കൈറാൽ കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെന്റർ എന്നറിയപ്പെടും. അതായത് ഇത് മെയിൻലി ഒരു കാർബൺ ആറ്റമാണ്. അസിമെട്രിക് കാർബൺ എന്ന് പറയുമ്പോഴേ കാർബണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ കാർബൺ ആറ്റങ്ങളുടെ പ്രത്യേകത അതിൻ്റെ വാലൻസി 4ആണ്. വാലൻസി എന്താണ്? ഒരാറ്റത്തോട് ചേർത്ത് വെക്കാവുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ വാലൻസി എന്ന് വിളിക്കുന്നത്. കാർബണിൻ്റെ വാലൻസി 4ആണ്. അതിൻ്റെ അർത്ഥം കാർബണിന് 4 ഗ്രൂപ്പുകളെ അതിന് ചുറ്റും ചേർത്ത് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചേർത്ത് വെക്കുന്ന 4 ഗ്രൂപ്പുകളും വ്യത്യാസമാണെങ്കിൽ, ഡിഫറൻ്റ് ആണെങ്കിൽ, ഇവിടെ നോക്കിക്കേ, ഈ കാർബണിനകത്തുള്ള 4 ഗ്രൂപ്പ്സ് ഒന്ന് എ, ബി, സി ആൻഡ് ഡി, ഇങ്ങനെയുള്ള 4 ഗ്രൂപ്പുകളാണ്. 4 വ്യത്യാസമല്ലേ? അപ്പോൾ എനിക്ക് ഈ കാർബണിനെ ഒരു അസിമെട്രിക് കാർബൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ എനിക്ക് സ്റ്റീരിയോ സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൈറാൽ കാർബൺ എന്ന് പറയാം. ഇനി ഏതെങ്കിലും ഒരു നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഒരുപാട് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചു, അതിലെല്ലാം ഒന്നും കൈറാൽ ആവണമെന്നില്ല. അതായത് 4 ഗ്രൂപ്പുകളും വ്യത്യാസം ആവണമെന്നില്ല. ഇനി അങ്ങനെ 4 ഗ്രൂപ്പും വ്യത്യാസമാവുന്ന കാർബൺ നിങ്ങൾ കണ്ടാൽ അതിനെ കൈറാൽ കാർബൺ എന്ന് വിളിക്കാം. അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ആസ്റ്ററിസ്ക് മാർക്ക് അവിടെ കൊടുക്കാം, ഒരു നൊട്ടേഷൻ. ആ ഒരു സിമ്പിൾ കണ്ടാൽ ഓർക്കുക, ദാറ്റ് കാർബൺ ഈസ് കൈറാൽ, ദ 4 ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഇറ്റ് ആർ ഡിഫറെൻറ്റ്. ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാനുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ് പ്രസൻസ് ഓഫ് സ്റ്റീരിയോ സെന്റർ അല്ലെങ്കിൽ കൈറാൽ കാർബൺ. ഇനി നമ്മൾ എടുക്കുന്ന മോളിക്യൂളിൽ ഒരു കൈറാൽ കാർബൺ ഉണ്ടെന്ന് പറഞ്ഞ് ആ മോളിക്യൂൾ നിർബന്ധമായിട്ടും ലൈറ്റിനെ തിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലിരിക്കുന്ന മോളിക്യൂള് ലൈറ്റിനെ തിരിക്കണമെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട 3 പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി കൈറാൽ. കൈറാൽ എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ ഒബ്ജക്റ്റും മിറർ ഇമേജും, ആ മോളിക്യൂളും അതിൻ്റെ തന്നെ മിറർ ഇമേജ് മോളിക്യൂളും കൂടെ എടുത്താൽ ദേ ഷുഡ് ബി നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ദെൻ ഡിസിമെട്രി, പ്രസൻസ് ഓഫ് ഡിസിമെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ ടു ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി. നമ്മുടെ മോളിക്യൂളിനെ 2 ഈക്വൽ ഹാഫായിട്ട് മുറിക്കാൻ പറ്റുന്ന ടൈപ്പ് സ്ട്രക്ചർ ആ മോളിക്യൂളിൽ ഉണ്ടാവരുത്. അതാണ് ഡിസിമെട്രിക് നേച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രസൻസ് ഓഫ് അസിമെട്രിക് കാർബൺ. അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ നല്ലത്, ആ മോളിക്യൂളിനെ ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവ് കിട്ടും. ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മോളിക്യൂളിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നൊരു പ്രോപ്പർട്ടി കിട്ടുന്നത്. അതിൽ തന്നെ ഓർക്കുക, ഈ മൂന്നാമത്തെ കാര്യം കമ്പൽസറി ഫാക്ടർ അല്ല. ഇനി അസിമെട്രിക് കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കാർബണിനോടൊപ്പം HOH, CH3, COOH, ഈ 4 ഗ്രൂപ്പുകൾ ചേർത്ത് എഴുതുന്ന ഒറ്റ അസിമെട്രിക് കാർബൺ ഉള്ള ഒരു മോളിക്യൂളാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിനകത്ത് ഒരു അസിമെട്രിക് സെൻറ്ററേ ഉള്ളൂ. ഇത് ഉറപ്പായിട്ടും ലൈറ്റിനെ തിരിക്കുന്ന ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. കാരണം ഇത് നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ മിറർ ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ദ ലാക്റ്റിക് ആസിഡ് ഇസ് കൈറാൽ. ദെൻ ഇതിനകത്ത് നമുക്കൊരു പ്ലെയിൻ ഓഫ് സിമെട്രിയും കാണാൻ പറ്റത്തില്ല, മോളിക്യൂളിനെ ഒരു തരത്തിൽ നമുക്ക് ഈക്വൽ ആയിട്ട് മുറിക്കാൻ പറ്റില്ല. അപ്പം therefore this is ഡിസിമെട്രിക് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഓൾസോ ദ മോളിക്യൂൾ ഹാസ് 1 കൈറാൽ സെന്റർ ഇൻ ഇറ്റ്. അപ്പം എനിക്ക് ലാക്റ്റിക് ആസിഡ് എന്നുള്ള മോളിക്യൂളിനെ എന്തെന്ന് പറയാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയാം. ഇനി ചില കോമ്പൗണ്ടുകളിൽ 2ഉം 3ഉം ഒക്കെ കൈറാൽ സെന്ററുകൾ വരാം, പക്ഷെ അതൊന്നും തന്നെ ചിലപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെന്നില്ല. അതൊക്കെ ഇനി നമുക്ക് വരും വീഡിയോസിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.